Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. വരുന്നില്ല. നീ പൊക്കോ, ഞാൻ വന്നോളാം. ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. തൈലോ അതുകൊണ്ട് വാ. ഞാൻ അവരെന്ന് വിളിക്കട്ടെ. ആരെ വിളിക്കട്ടെ, നീ പോ. ആരെ വിളിക്കാൻ? ആരെയെങ്കിലും വിളിക്കും. ഇത് വേറെ എന്താ പാത്ത് വെച്ചാണ് എന്നെ കാണിക്കാൻ. പാത്ത് വെക്കുന്നു. കള്ളി പാറു, എനിക്കറിയാം എന്താ ഒളിപ്പിക്കുന്നുണ്ടെന്ന്. മാറും വേണ്ട, ആരോടും പറയത്തില്ല. മാറി ഞാൻ നോക്കട്ടെ. നീ പോകുന്നുണ്ടോ അവിടുന്ന്? എന്താ എടേ, ഒന്നുമില്ല മോനെ, നീ പോയിട്ട് വാ. ഞാൻ നിനക്ക് താടി ഉണ്ടാക്കി തരാം, മീശ ഉണ്ടാക്കി തരാം, മുടിയൊക്കെ ഉണ്ടാക്കി തരാം. ഇതുണ്ടോ അച്ഛമ്മയുടെ മുടി ഉണ്ടോ? വിഷയം മാറ്റണ്ട, അതിനകത്ത് എന്തോ ഉണ്ട്. സഞ്ജു, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്റെ മുഖത്ത് കടത്തരം പറയല്ലേ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ പോകുന്നുണ്ടോ? ആ എന്ത് കഷ്ടമെന്ന് പറയും പിള്ളേരുടെ കാര്യം. ഈ എന്തൊരു കഷ്ടമായത്. ഒരൊറ്റ ഫോട്ടോയിൽ ഞാനില്ല. ഇതാ അമ്മ പറയണത്. എന്തോന്നു? അച്ഛന് കുടുംബസ്നേഹം ഇല്ലാന്ന്. ഫോണിൽ ഫോട്ടോ ഇല്ലാത്ത കുടുംബസ്നേഹം തമ്മിൽ എന്ത് ബന്ധമാണ്? എന്റെ അച്ഛ, ഇത്രോ ടെക്നോളജി വളർന്ന കാലത്ത് ഇത്ര ഫോണും ഉണ്ട്, ക്യാമറ ഉണ്ട്, ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ തോന്നിയിട്ടുണ്ട് അച്ഛന്? ഫോണാണ് ഇതിനൊക്കെ കാരണം. ഈ നശിച്ച സാധനം ഉള്ളതുകൊണ്ടല്ലേ നിന്റെ അച്ഛന്മാരെടുത്തോണ്ട് ഇങ്ങനെ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് കുത്തുന്നതും കാണാം. എന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഏതാണ്ടിലൊക്കെ ഇടാൻ കുടുംബ ഫോട്ടോ വേണം. എന്റെ ഫോണിനെ കുറ്റം പറഞ്ഞല്ലോ. അയ്യോ, ഒരു കുറ്റവും പറയുന്നില്ലേ. നിന്നെ ഇരട്ട പ്രസവിച്ചാണ് ഈ ഫോണിന്റെ കൂട്ടത്തിൽ. നിന്റെ അമ്മ നിന്നെ ജനിച്ച സമയത്ത് ഈ ഫോണും കൂടെ വന്നാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇത്രയ്ക്ക് സ്നേഹം പറയാൻ. എന്റെ പൊന്നെ, ഫോൺ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ജീവിച്ചേന്ന് എന്റെ പൊന്നോ. കറക്റ്റാ. ഈ ഭൂമി മുഴുവൻ തലകുത്തി മറിഞ്ഞേനെ ഫോണില്ലായിരുന്നെങ്കിലും. എന്നാ അച്ഛൻ നോക്കണ്ട. അങ്ങനെ പറയില്ലേ. നോക്കി കണ്ട സ്വന്തം ആവശ്യം വന്നപ്പോ ഫോൺ വേണം. ഫോണാണ് ഏറ്റവും നല്ല സാധനം. നീ നോക്കി അങ്ങനെ പറ. ആ ഫോട്ടോ കാണിച്ചേ. ഇതെന്റെ കയ്യാ. കൈ ഇതേ കണ്ടില്ലേ, മുട്ടുവരെയുള്ള ഭാഗം കാണാം. ഒന്നുകൂടെ മാറ്റി നോക്കിയാൽ ചിലപ്പോ വല്ല തലയോ കാലോ ഒക്കെ കാണും. ഇതിനകത്ത് എഴുതി വെക്കാം, പാപ്പാടി പ്രകാശിന്റെ കൈ. വേണമെങ്കിൽ ഒരു ഉപ്പും കൂടി ഇട്ടു. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഞാനുള്ള ഫോട്ടോയിൽ എൻ്റെ പുന്നാര ഭാര്യയില്ല. എൻ്റെ പുന്നാര ഭാര്യയുള്ള ഫോട്ടോയിൽ ഞാനില്ല. ഇനി ഞങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ പുന്നാര മക്കളും ഇല്ല. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. വല്ല ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കൂ. ഫോട്ടോഗ്രാഫറിനെ വിളിച്ചാൽ നിന്റെ തന്ത കൊടുക്കൂടി പൈസ. തന്ത കൊടുക്കണം. തന്തയ്ക്കല്ല ആവശ്യം, എനിക്കാണ് ആവശ്യം. എന്തോന്ന് ആലോചിക്കാനേ? ഫോട്ടോഗ്രാഫേഴ്സിനെയാണ് വിളിക്കാം അല്ലേ? വിളി. വേറൊരു ഐഡിയ. നമുക്ക് നമ്മുടെ വേണുക്കുട്ടനെ വിളിച്ചാലോ? ഞാൻ പോണു. ഇതേ വേണുക്കുട്ടൻ എന്താ കുഴപ്പം? അതിനേക്കാൾ നന്നായിട്ട് ഞാൻ വേണമെങ്കിൽ ഫോട്ടോ എടുത്തു തരാം. ഈ ഫോണിൽ എടുത്തു തരാം. നീ വിചാരിക്കുന്ന പോലല്ല. വേണുക്കുട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ അറിയാവുന്ന നീ പറഞ്ഞ പോലുള്ള നല്ല ഫോട്ടോഗ്രാഫർമാരെ വിളിച്ചു തരും. പിന്നെ പൈസ അവൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ. നമുക്കൊന്നും കൊടുക്കണ്ട. ഐഡിയ എങ്ങനെയുണ്ട്? എന്നാ വേണുക്കുട്ടൻ ആണെങ്കിൽ വേണുക്കുട്ടൻ. ഇതിനകത്ത് നമ്പർ ഇല്ലല്ലേ? അച്ഛമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കാം. അച്ഛമ്മ, ഈ മരുന്ന് ശരിക്കും കഴിച്ചാ ചേട്ടനൊക്കെ താടിയും മീശ വരും? ഈ മരുന്ന് കഴിച്ചാലേ നീ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടടാ താടിയും മീശം വളരാൻ. അപ്പൊ ഈ മരുന്ന് കഴിച്ചാ ചത്തു? എടാ മണ്ണുണ്ണി, ഇത് അകത്തോട്ട് കഴിക്കുന്ന മരുന്നല്ല, പുറമെ തേക്കുന്ന മരുന്നാ. അത് ശരി. അപ്പൊ താടി വരണമെങ്കിൽ മുഖത്തല്ലേ തേക്കണ്ട, പുറത്തല്ലല്ലോ. ഞാൻ മുഖത്തോ പുറത്തോ എവിടെ കിടക്കെ തേച്ചോളാം. നീ നിന്റെ പണമൊക്കെ കയറി പോണം. ഇന്നാ കരടീന്റെ പോലെ രോമൊക്കെ ഉണ്ടാവും. ഈ മരുന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇത് ഉള്ളം കയ്യിൽ വരെ രോമം കളിക്കുന്ന മരുന്നാ ഇത്. ആണോ? ആ പിന്നെ അച്ഛമ്മ പറയണത് നോക്കിയിരുന്നു. ഇപ്പൊ താടി മീശ മുളച്ചു വരും. എടി മോളെ, നീ നിന്റെ അച്ഛച്ചന്റെ ഫോട്ടോ കണ്ടിട്ടില്ലേ? അതിനകത്തെ ചാക്കപ്പം വൈദ്യര് പറഞ്ഞു കൊടുത്ത മരുന്ന് അരച്ചു പുരട്ടിയിട്ടാ അങ്ങർക്ക് കൊമ്പം വീശ വരെ ഉണ്ടായത്. അത് നിനക്കറിയോ? എന്നിട്ട് എന്റെ അച്ഛനൊന്നും തേച്ച് കൊടുക്കാഞ്ഞ് ഒരു രോമം പോലും ഇല്ലല്ലോ മോത്ത്. അത് നിന്റെ അമ്മയുടെ വാലും തൂങ്ങി നടക്കുന്നതിന് രോമത്തിന്റെ ആവശ്യമില്ല. എന്റെ അച്ഛനെ പറ്റി പറഞ്ഞല്ല. ഞാൻ നിന്റെ അച്ഛനെ പറ്റിയല്ല, എന്റെ മോനെ പറ്റിയാടാ പറഞ്ഞു. അതന്നെ ഞാനും പറഞ്ഞേ. അത് പിന്നെ അമ്മയുടെ കേസ്. അമ്മയ്ക്ക് അച്ഛന്റെ ആ ക്ലീൻ ഷേവ് ഇഷ്ടം, എക്സിക്യൂട്ടീവ് ലുക്ക്. അതാണ് അമ്മ അങ്ങനെ അച്ഛനോട് നടക്കാൻ പറയാം. നിന്റെ അമ്മയ്ക്ക് എക്സിക്യൂട്ടീവ് ലുക്ക് അല്ല ഇഷ്ടം, എച്ചിക്കൂട്ടത്തിനെ ഇഷ്ടം.
നീ അങ്ങനെ എക്സിക്യൂട്ടീവ് ലുക്ക് അങ്ങ് പിടിക്കി. അത് അമ്മയ്ക്ക് ഇഷ്ടം എക്സിക്യൂട്ടീവ് ആണ്, പക്ഷെ എനിക്ക് കുറച്ച് താടിയൊക്കെ വേണം. അതുകൊണ്ടാണ് ഞാനിപ്പം മരുന്ന് നോക്കാൻ പോകുന്നത്. ഓ പോരും ഓടി മരുന്ന്. എടി നീ നോക്കിക്കോ, ഈ മരുന്ന് അരച്ചെന്റെ മുഖം തൊട്ട് നാളെ നേരം വെളുക്കുമ്പോ എന്റെ താടി മിഷൻ എന്താ ഇതുപോലെ ഇവിടെ. നാളെ നേരം വെളുക്കുമ്പേ ഇപ്പൊ വരും. കെട്ടിവെക്കാണ്ടാവോ? മോനെ അതിമോഹമൊന്നും വേണ്ട. ഈ മരുന്നിനെ കുറച്ച് നാള് പിടിക്കും ഇതിന്റെ ഫലം അറിയാൻ. അതെ, കൊറേ വർഷം പിടിക്കും. ചെലപ്പോ മുതുക്കനാണ്ടവരെ നോക്കിയിരിക്കും. ആണോ അച്ഛമ്മ? അതല്ല മോനെ, പൊടി കറി ഈ മരുന്ന് തേച്ച് എനിക്ക് താടി മിഷൻ എടുത്തിട്ട് നിങ്ങളെ അപ്പ ഞാൻ വിളിച്ച് കാണിക്കാം. എങ്ങോട്ട് ഉണ്ടാക്കാൻ നിങ്ങളൊക്കെ വിളിച്ചു കാണിക്ക്. കാണിക്കും. ഓ കാണിക്ക്. ഈ സരസ്വതി അമ്മ ഇതൊക്കെ എത്ര കണ്ടതാ. നോക്കിക്കോ, ഇതിന്റെ ഫലമേ ഓടാൻ തന്നെ അറിയൂടെ. ഇതിനകത്ത് ഞാൻ ചില പൊടിക്കൈകളൊക്കെ ചേർത്തിട്ടുണ്ട്. മോൻ പേടിക്കണ്ട, നിനക്ക് ഇഷ്ടം പോലെ താടി മീശ ഉണ്ടാവും. നായക്കറിനെ പൊടിയാണോ? നായിക്കറിനെ പൊടി നിന്റെ മറ്റവനെ അലയിക്കോളൂ കേട്ടോ. നീ പോടാ, നീ പൊടി നീ പോടാ. അച്ഛമ്മേ ഞാൻ പോകും. ഞാനിത് അരച്ചു കൊണ്ടുവരാം മക്കളെ. കൈ വയ്യ. ഒന്നാ ഇറക്കി. അമ്മേ നീ ഇവിടെ കണ്ടി ഇവിടെ വല്ല എന്നൊക്കെ ചേർക്കും. പോക്കെ കയറി പോക്കെ. എന്താടാ നീ വേണം ചേർത്താലോ, എന്നിട്ട് എന്നെ മുഹമ്മദ് അരച്ചിരടാ. വേണ്ട പുണ്ണി ചേച്ചി ഇവിടെ നിർത്തണേ. പുണ്ണി ചേച്ചി ഇവിടെ നിർത്താൻ കയറി പോ. നീ പോയി നിന്റെ ലൈവ് ഇട്. പോ വേണ്ട മുളയ്ക്കുമ്പോ വിളിക്കണേ. വിളിക്കണേ. മക്കളെ ഇത് ഇത്തിരി ചേർത്ത് ഇതിന്റെ അവൾ ഇതിന്റെ അടുത്ത് വന്ന അടുത്ത അടുപ്പിച്ചേക്കല് ചേച്ചി എന്ന് നോക്കണ്ട, ഓടിച്ചു വിട്ടോ. ഞാൻ കണ്ട നീ എന്റെ കൈ കീഴ നിൽക്കാൻ ഒരു സമാധാനം. മരുന്ന് നടത്താൻ അരക്കുന്നിടത്ത് ആരും മിണ്ടാൻ പാടില്ല. പൊട്ടിയാലും വല്ല മരുന്നുണ്ടോ? മനുഷ്യന്റെ പല്ല് പോയെന്നാണ്. കുറച്ചേരത്തെ അമ്മയിലൂടെ തേച്ച കയ്യപ്പറ്റിയോ അവിടെ രോമം ഉണ്ടാവും. നോക്കടാ. തലതെറിച്ച പെണ്ണാ പെണ്ണ്. നീ ചെയ്യേണ്ട കൈ വയ്യ. എടാ വേണുക്കുട്ട, എനിക്കൊരു നല്ല ഫോട്ടോഗ്രാഫറെ തരാം അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ആണാ? അത് മതി സെറ്റാ, അടിപൊളി, അയാൾ മതി. ഇല്ലില്ല അതിനൊന്നുമല്ല, ഇത് ഒരു കുടുംബ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാ. ആള് മാറ്റണ്ടായിട്ട് അത് തന്നെ മതി. ആ ശരി വെച്ചോ. നമ്മൾ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് വരും തലൈവർ താൻ. എങ്ങോട്ട് വരാൻ? അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, വേറെ ഒന്നും പോയിട്ടില്ലല്ലോ. ശോകമാണ് ഈ തല. ഞാൻ അതല്ല പറഞ്ഞത്. ഇത്രയും നാളും നിങ്ങളെല്ലാവരും കൂടെ അച്ഛൻ്റെ പേരിലൊരു കുതിര കയറിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കുടുംബ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫറെ അറേഞ്ച് ചെയ്തില്ല എന്ന് നടന്നിരിക്കുന്നു. അത് സാധാരണ ആപ്പ ഊപ്പ ഫോട്ടോഗ്രാഫറൊന്നും അല്ല വരാം. പിന്നെ സിനിമയ്ക്ക് ഫോട്ടോ എടുക്കുന്ന, സിനിമാ നടീനടന്മാരുടെ ഫോട്ടോ എടുക്കുന്ന സിനിമാ ഫോട്ടോഗ്രാഫർ. എന്റെ പൊന്നച്ഛ വല്ല ഉടായ്പ വല്ലതും ആയിരിക്കും. ഇതാണ് നല്ലത് ചെയ്താലും എന്നാലും നമ്മളെ ഒരു പുച്ഛം. നീ നോക്കിക്കോ, ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഫോട്ടോഗ്രാഫർ വരും, നീ ഞെട്ടും. ശരിക്കും സിനിമയിലുള്ള ആൾക്കാരാണോ? കൊള്ളാലോ. അല്ല, അമ്മയുടെ മോള് ഇവിടെ വന്നിരിക്കുവാന്നാ? പിന്നെ ഞാൻ എവിടെ നിക്കണം? എവിടെ ഇരിക്കണോന്ന്? നിന്നോടല്ലേ ഞാൻ കറിക്ക് പച്ചക്കറി അരിയാൻ പറഞ്ഞേ? പച്ചക്കറി അറിയാന്ന് എനിക്ക്. ഞാൻ ഭയങ്കര ബിസി. എനിക്ക് എല്ലാവർക്കും ഇവിടെ മേക്കപ്പ് ചെയ്യാനുള്ളതാ. അതിനിപ്പോ എല്ലാവർക്കും മേക്കപ്പ് ചെയ്യുന്നേ? പറയാ അച്ഛ അങ്ങോട്ട്. നീ പറഞ്ഞു കൊടുക്കുന്നത് എന്നാ പറ. നീ പറഞ്ഞില്ലേ കുടുംബ ഫോട്ടോ എടുക്കണമെന്ന്, അതിനൊരു ഫോട്ടോഗ്രാഫർ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. കണ്ട ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒന്നും എടുക്കുന്ന ഊപ്പ ഫോട്ടോഗ്രാഫറൊന്നും അല്ല, സിനിമാ നടന്മാരുടെ ഫോട്ടോ എടുക്കുന്ന സിനിമാ ഫോട്ടോഗ്രാഫർ. എന്താ ഒരു സന്തോഷം ഇല്ലാത്ത? വിശ്വാസമായിട്ടില്ല, വരുമ്പം ഞെട്ടും. എന്റെ അമ്മ, അവർക്ക് ഫ്രെയിം ബ്യൂട്ടി, ഈ ഫ്രെയിമിൽ നല്ല ബ്യൂട്ടി ഉണ്ടെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ സിനിമയിലൊക്കെ റെക്കമെൻഡ് ചെയ്യും. ആരെ? നമ്മളെ. ആരെ? ഫോട്ടോയിൽ ആര് വരുന്നോ അവർക്ക് ഫ്രെയിം ബ്യൂട്ടി ഉണ്ട്, അവരെ റെക്കമെൻഡ് ചെയ്യുന്ന ഇവള് പറഞ്ഞത്. ഓ, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ആണെങ്കിൽ വേണ്ട, ഞാൻ പോയി അച്ചമ്മയ്ക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കാം. ഇവിടെ കൂടെ ഒന്ന് സുന്ദരിയാക്കുന്നേ. വേണോ? വേണ്ടേ? വേണ്ട, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ഞാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ പോകും. പച്ചക്കറി അറിഞ്ഞോളണം. ഇല്ല. വേണേ പോയി ഒരുങ്ങിക്കോ, ഞാൻ ഒരുങ്ങാൻ പോവാ. അവസാനം എന്നെ കുറ്റമൊന്നും പറയാൻ പറ്റരുത്. കിടിലം ഫോട്ടോഗ്രാഫറാണ്. എന്തായാലും ആദ്യമായിട്ടൊരു ഫാമിലി ഫോട്ടോ എടുക്കുന്നല്ലേ, നന്നായി ഒന്ന് ഒരുങ്ങാം. അച്ഛമ്മ, ഇതല്ലേ നടക്കുവോ? എന്നാ നിന്റെ മുഖത്തിട്ട് തരാം, അപ്പൊ അറിയാൻ നടക്കോ ഇല്ലയോന്ന്. അയ്യേ, എനിക്കൊന്നും വേണ്ട. എന്റെ മുഖത്തിട്ടോ?
തുടങ്ങിയ? പിന്നെ എപ്പോഴോ തുടങ്ങിയല്ലേ? അച്ഛമ്മയാണ് ബ്യൂട്ടീഷ്യൻ. ബ്യൂട്ടീഷ്യൻ അല്ലടാ, സരസ്വതി വൈദ്യർ. അച്ചമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവ മീശയില്ല വാസു, ഇവനെ തേച്ചിട്ടൊരു കാര്യമില്ല. മീശയിലാവുന്ന നിന്റെ അച്ഛൻ. ദേ എൻ്റെ മോനെ പറഞ്ഞാണ്ടല്ലോ എന്നെ വിട്ടേച്ച് പോവും. തേച്ച് ഒന്നോട്ട് പോ. വളരെ എനിക്ക് മീശ എന്താണ് വളരും. നമ്മുടെ ഫോട്ടോഗ്രാഫറെ ഇപ്പൊ വരും. അതിന് ഞങ്ങൾ തന്നെ തലയും കുത്തി വെക്കണം. തലയും കുത്തി നിക്കണ്ട. പക്ഷെ ആരാ വരുന്നേന്നറിയാവോ? ആരാ വരുന്നു? സിനിമയിലൊക്കെ ചെയ്യുന്ന ആളാ. ഇത്രയും വലിയ ഫോട്ടോഗ്രാഫറാണോ? ആണോന്നോ? പുള്ളിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ആൾക്കാർ ക്യൂവാ. പുള്ളിയുടെ ഫോട്ടോ എടുക്കാനോ? അല്ല, പുള്ളിയുടെ അല്ല, പുള്ളി അവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. ഞാനെന്നാ പോയി റെഡി ആവട്ടെ. അയ്യോ, ഇത് പുറകെ തിന്നോട്ട് പോ. എനിക്ക് മീശ കളിക്കാനല്ലല്ലോ, നിനക്കല്ലേ. ഇത് വേണമെങ്കിൽ അങ്ങോട്ട് തന്നെ തേച്ചാൽ മതി. ഇതിലേത് സാരി ഉടുക്കും ഫോട്ടോ എടുക്കുമ്പം? ഇതെടുത്താലോ? വേണ്ട, തലൊരു ഗുമ്മുണ്ടാവൂല. സാരി കടയാ? ഇത്രയും സാരികള്? അത്രക്ക് സാരിയൊന്നുമില്ല. അടിപൊളി സാരികളാണല്ലോ. അതല്ലേ, ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൽ ഏത് സാരി ഉടുക്കണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ കൺഫ്യൂഷൻ ആകുന്നത്. നിങ്ങളൊരു സാരി സെലക്ട് ചെയ്യ്. നീ ഏത് വേണേലും എടുത്തോ. ഇതാ ഞാൻ നിങ്ങളോട് ഒന്നും പറയാത്ത. ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല. ഇതുടുക്ക്, അടിപൊളിയായിരിക്കും. ഈ സാരിയാ? ഇത് നിങ്ങൾ മനഃപൂർവ്വം സെലക്ട് ചെയ്തതല്ലേ? ഞാൻ ഫോട്ടോയിൽ ഒരു ഭംഗി ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ കഷ്ടപ്പാടി. ഇത് ഒരെണ്ണം സെലക്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ ഞാൻ എനിക്കിഷ്ടമുള്ളതിനെ എടുത്തു തരാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് കുഴപ്പമായി കൊള്ളുകയില്ല. ഇനി എടുത്ത് തന്നില്ലെങ്കിലോ സഹകരണമില്ല. ഇഷ്ടമല്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റം. പണ്ട് പഴഞ്ചൊല്ല എൻ്റെ അമ്മമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏറ്റവും വില കുറവുള്ള സാരിയാ. ഞാൻ ഫോട്ടോയിൽ ഭംഗി ഇല്ലാതിരിക്കാൻ നിങ്ങൾ മനഃപൂർവ്വം സെലക്ട് ചെയ്തത് തന്നെയാണ്. എൻ്റെ കൊച്ചെ, ഞാൻ തുണിക്കടയിൽ പോയിട്ട് ഇതൊന്നും മേടിച്ച് നോക്കിയിട്ടില്ല ഇതിന്റെ വില അറിയാൻ. കണ്ണി കണ്ടപ്പോൾ നല്ലത് തോന്നി അത് എടുത്തു തന്നു. നിങ്ങളുടെ അമ്മയുണ്ടല്ലോ നന്നായി ഒരുങ്ങുന്നേ, അപ്പൊ എനിക്കും നന്നായിട്ട് ഒരുങ്ങണം. ഇടി, അമ്മയ്ക്ക് പ്രായം എത്രയെന്ന് നിന്റെ വിചാരം? തൊലിയൊക്കെ ഞൊറിഞ്ഞു ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പൊ ഒന്ന് ഒരുക്കി ഭംഗിയാക്കണ്ടേ ആൾക്കാർ മുമ്പിൽ ചെല്ലുമ്പോ? ആ, അപ്പൊ പ്രായമുള്ള ആൾക്കാർക്ക് ഒരുങ്ങാ, പ്രായം ആവാത്ത എനിക്ക് ഒരുങ്ങിക്കൂടാ? എടി, നിന്നെ കാണാൻ അല്ലെങ്കിൽ തന്നെ നല്ല ഭംഗിയില്ലേ, പിന്നെ എന്തിനാ ഒരുങ്ങുന്നത്? നിങ്ങൾ എനിക്ക് അധികം ക്ലാസ് ഒന്നും എടുത്ത് തരണ്ട. പോയിട്ട് നിങ്ങൾ അമ്മയെ ഉപദേശിച്ചോ, പോ. ഞാൻ നോക്കിക്കോളൂ സാരി. കഴിഞ്ഞ ദിവസം നീ നിന്റെ മകളോട് പറഞ്ഞു കൊടുക്കുന്ന കേട്ടല്ലോ, എനിക്ക് മേക്കപ്പ് ഒന്നും വേണ്ട, എന്നെ കാണാൻ മറ്റേ എന്താ പറയാ രംഭ തിലോത്തമമാരെ പോലെ ഭയങ്കര ഭംഗിയാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ. ഇപ്പൊ എന്നിട്ട് മേക്കപ്പ് വേണോ? ഞാൻ മേക്കപ്പിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. നിന്റെ മകളോട് ഞാൻ സാരി പറയുന്നത് സെലക്ട് ചെയ്യാനല്ലേ പറഞ്ഞത്. മേക്കപ്പിന്റെ കാര്യം ഇപ്പൊ ഇവിടെ പറഞ്ഞോ? ഇനി മേക്കപ്പ് അതിന്റെ ഭാഗമല്ലേ സാരി? നിങ്ങൾ അമ്മയുടെ കൂടെ ഫോട്ടോ എടുത്താൽ മതി. എൻ്റെ കൂടെ ഇനി ഫോട്ടോ എടുക്കണ്ട. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഫോട്ടോ എടുക്കും. ആ, അതെന്റെ ഒരു ഭാഗ്യമാ. ഇനി നിങ്ങൾ ആഗ്രഹിച്ചാലും ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ നിന്ന് തരൂല. നോക്കിക്കോ, ഇത്രയൊക്കെ ഇഷ്ടപ്പെട്ട സാരി ഞാൻ എടുത്തോളൂ. എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ട സാരി ഞാൻ എടുത്തോളൂന്ന്. നമുക്കൊക്കെ എല്ലാം കുഴപ്പമാണല്ലോ. എന്ത് ഡ്രസ് ഇട്ടാലും മതിയല്ലോ. ഞാൻ അമ്മേനെക്കാട്ടി ഒരു പടി മേലെ സുന്ദരിയായിട്ട് ഫോട്ടോ എടുക്കുള്ളൂ. ഇനി ബുദ്ധി ഇല്ലാത്ത വ്യക്തി, നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നീ ഒരുങ്ങിയില്ലെങ്കിൽ പോലും അമ്മയെക്കാളും സുന്ദരിയാന്നല്ലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നീ ഇനി ഒരുങ്ങി അമ്മയായിട്ട് മത്സരിച്ച്. അല്ല, അങ്ങനെയല്ല. എങ്ങനെയല്ല? അമ്മേനെക്കാളും കുറച്ചും കൂടി വലിയ പൈസയുടെ സാരി എനിക്ക് കൊടുക്കണം. ഒരു കാര്യം കൂടെ ചെയ്യണം. എന്നിട്ട് ആ സാരിയുടെ അറ്റത്ത് ഒരു ടാഗ് എഴുതി ഒട്ടിക്കണം. ഈ സാരിക്ക് എൻ്റെ അമ്മായിമ്മയുടെ സാരിയേക്കാളും വില കൂടുതലാണ്, നിങ്ങൾ എന്നെ ബഹുമാനിക്കൂ. അങ്ങനെയൊന്നും വേണ്ട. അല്ലാണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ക്ലോത്ത് കാണുമ്പോൾ മനസ്സിലാവും വിലയുള്ളതാണോ വിലയില്ലാത്തതാണോ. നിങ്ങൾ ഇത് സെലക്ട് ചെയ്തത് വിലയില്ലാത്തതായതുകൊണ്ടാ. എടി, അങ്ങനെ ഉണ്ടെങ്കിൽ നിന്നെ കണ്ടാൽ മനസ്സിലാകുകയല്ലേ നീ ഏത് ഉടുത്താലും നിന്റെ വില ഇത്രേ ഉള്ളൂ എന്ന്. വില കൂടിയ സാരി ഉടുത്തോണ്ട് നിന്റെ വില വല്ലതും കൂടും? വില പോയത് നിങ്ങളെ കല്യാണം കഴിച്ചോണ്ടാ. ആയിക്കോട്ടെ, ഇനിയിപ്പോ ഉള്ളിടത്തോളം കാലം ഈ വിലയല്ലേ ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ട് കൊണ്ടാ. ആ പുഷ്പയുടെ വിചാരം അവള് വലിയ ലോകസുന്ദരിയാണെന്നാ. അതിന്ന് തീർത്തു കൊടുക്കണം. അച്ഛമ്മ തുടങ്ങിയ അച്ഛമ്മ ഞാൻ ചെയ്തു തരാം. അച്ഛമ്മ വേണ്ട, നീ ചെയ്തു തരണ്ട കേട്ടോ. അച്ഛമ്മ തനിയെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ കഥകളി പോലെ ആയി പോകട്ടോ. ഞാൻ ചെയ്തു തരാം. ഓ, എന്റെ തള്ള പറഞ്ഞു വിട്ടായിരിക്കും എന്റെ മോഹം കുളവാക്കാൻ അല്ലേ?
അമ്മയാ? ഉം. അമ്മയെന്ന് പറഞ്ഞിട്ടല്ല, എനിക്ക് സ്വയമേ തോന്നി വന്നേല്ലേ. ആ നിനക്ക് അങ്ങനെ പലതും തോന്നും. അതവിടെ അല്ല തേക്കുന്നത്. ഞാൻ എവിടെങ്കിലും തൊച്ചോളാം. ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞില്ലേ പോയി കൊണ്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ നിന്റെ അമ്മയ്ക്ക്. ശല്യം ചെയ്യുന്ന എല്ലാം തെറ്റി പോവാ. ചേച്ചി അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് മേക്കപ്പ് വേണ്ടാന്നാ. അതിനാ നിന്റെ അമ്മയ്ക്ക് മേക്കപ്പ് വേണ്ടാത്തത്? അമ്മയ്ക്ക് മേക്കപ്പ് ഇഷ്ടമല്ല, അങ്ങനെ നാച്ചുറൽ ആയിട്ട് തന്നെ മതി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് അപ്പുറം പോയിരുന്നോണ്ട് ഇതേ ഞാൻ കണ്ടിട്ട് വന്നാ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. ആ അതെങ്ങനെ ശരിയാവും? നീ നോക്ക്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അമ്മ എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയ്ക്ക് മേക്കപ്പ് വേണ്ടാന്ന്. നീ പോയി നോക്ക്, എന്നിട്ട് പറയാം മേക്കപ്പ് വേണ്ടാന്ന്. ചോദിച്ചിട്ട് ഇറങ്ങുള്ളൂ. അതവിടെയല്ല. അമ്മയ്ക്കേ പപ്പായ ഫേഷ്യൽ ചെയ്തായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായേനെ. ഇനിയിപ്പോ അതിനെല്ലാം സമയമുണ്ടാ? ഇനിയിപ്പോ സമയമില്ല. പറമ്പില് പപ്പായ വില നോക്കണ്ട. അതാണ് ആ പപ്പായ ഫേഷ്യലായിട്ട് യൂസ് ചെയ്യുന്നത്. ആ നല്ലതമ്മേ. ഇനിയിപ്പോ നടക്കില്ല. ഇനി നമുക്ക് മേക്കപ്പ് ഇട്ട് സെറ്റ് ചെയ്യാം. നീ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ തട്ടുന്നെന്നാ ഇത്? അമ്മ ഇങ്ങനെയാണ് ഇടാതെ. കണ്ട കണ്ട ഇത് ഡേറ്റ് കഴിഞ്ഞ സാധനം എങ്ങനാ? ഇത് നോക്ക് നോക്ക്, പുതിയ സാധന. ഞാൻ ഒന്നാമത് എന്റെ മുഖത്ത് നിറയെ കുരുവാന്ന്. അല്ല അമ്മതേ, ഞാൻ പിശുക്കി പിശുക്കിതേ കുറച്ച് ഉപയോഗിച്ചുള്ളൂ. കഴിയുമ്പോ എനിക്ക് വാങ്ങിച്ചേനാ. അച്ഛനോട് പറയണേ, ബ്രാൻഡഡ്. കുറച്ച് താത്തി കണ്ണു മുകളിലേക്ക്. അങ്ങനെ അങ്ങനെ കണ്ണിലും നോക്കല്ലേ. ഇച്ചിരി ഡാർക്ക് ഷെയ്ഡൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ. അതെയോ? ആ കണ്ണിന് ചുറ്റും ശരിയാക്കി തരാം. ഓവർ വിളിക്കാൻ പാടില്ല. ആ കറുത്ത കലയെല്ലാം കവറായില്ല. ഇടയിലെ 2 ലെയറും കൂടെ അടിച്ചാൽ ശരിയാവും. ഇതൊന്ന് പിടിച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ 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 വരക്കാൻ ഉണ്ടോ? ഇങ്ങനെ ഫോട്ടോയിലുള്ള ആള് വരയ്ക്കാം വരയ്ക്കാം. അത് എടുക്ക്. ഇതെന്തിന് ഇത്രയും ബ്രഷ്? അതമ്മ ഇപ്പൊ നമ്മള് ചെയ്തില്ലേ, ഇത് പൗഡർ, ഇത് ഫൗണ്ടേഷൻ, ഇത് കണ്ണെഴുതാൻ. എന്റെ മധു എല്ലാം കൂടി ഒരു ബ്രഷ് പോലെ ഇത്ര പാടെല്ലാം വേണം ഈ ഒരു മുഖത്ത്. പറ്റില്ല പറ്റില്ല പറ്റില്ല. അങ്ങനെയൊന്നും പറ്റില്ല. ഇച്ചിരി ലിപ്സ്റ്റിക് ഇടാന്. കുറച്ച് മതി കേട്ടാ. ഇച്ചിരി ഇച്ചിരി ഇച്ചിരി. നമുക്ക് കുറേ കൂടെ ശരിയാക്കാൻ. ചുവന്ന കളറായിരുന്നെങ്കിൽ നല്ലായിരുന്നേ അല്ലേ? ഇതൊരു കാണുന്നില്ലല്ലോ. ആണോ? ചുവന്ന കളറ് ഇല്ല. നമുക്ക് ഐഷാഡോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലോ? വേണ്ടല്ലേ? വേണ്ട വേണ്ട. അമ്മേ ഇതെന്തായി കാണിക്കുന്നത്? കണ്ണൂടെ മേക്കപ്പ് വീണ്. മേക്കപ്പ് ചെയ്യാണെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ ചോദിച്ചേ? എനിക്ക് എന്താ ചോദിക്കാൻ പാടില്ലേ? അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞേ. എന്റെ കാര്യത്തിന് സംസാരിക്കാൻ എനിക്കറിയാം. എന്നാ പറ. അമ്മ ഞാനല്ലേ അമ്മയുടെ ആദ്യം മേക്കപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞത്. നീ പറഞ്ഞത് ശരി തന്നെയാന്ന്. പക്ഷെ നീ എനിക്ക് മേക്കപ്പ് ചെയ്യണ്ട. നീ ചെയ്യണ്ട. കാരണം പറ. നീ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങിയ തേങ്ങ പോലെ ആവും എന്റെ മുഖം. അതുകൊണ്ട് അപ്പൊ ഉണക്ക തേങ്ങയുടെ പോലെ ആവണമെങ്കിൽ ഇവിടെ കൊണ്ട് മേക്കപ്പ് ചെയ്താൽ മതിയല്ലേ? ഞാൻ ഉണക്കത്തേങ്ങ പോലെ ആക്കി തരാൻ ചേച്ചി. എന്നെ ആരും ഉണക്ക തേങ്ങ ആക്കണ്ട. അമ്മ നോക്കിക്ക് അമ്മയുടെ ഈ മുഖം മൊത്തം കൊളാക്കി തരും. നീ പൂരി ഓടുന്നു. അങ്ങനെ കൊളാക്കി അമ്മ അങ്ങ് സഹിച്ചോളൂ. കേട്ടാ? സഹിക്ക്. ഞാൻ പോണു.